മാറ്റൻ ചേട്ടാ അമ്മ അവിടെ ഇരിപ്പുണ്ടായിരുന്നില്ലേ? വിഷു ആൻഡ് പ്രജോത്. സ്റ്റെഫി ഓഡിയോ കാസറ്റുകളിലൂടെ, സിനിമകളിലൂടെ, ടെലിവിഷനിലൂടെ എന്നൊക്കെ പറഞ്ഞു. അതുക്ക് മേലെ ഇതൊന്നും അല്ല മാറ്റൻ ചേട്ടൻ എന്ന് പറയുന്നത് അല്ലേ? ഏറെ മേഖലകളിൽ, അതായത് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ട് ഈ ഓണ കാസറ്റുകൾ ഇറങ്ങുന്നതിനകത്ത് കാസറ്റുകൾ തമ്മിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് മാവേലി കൊമ്പത്തും പുട്ടുകച്ചവടമൊക്കെ തമ്മിൽ വളരെ കുറച്ച് വിരലിൽ എണ്ണാവുന്ന ആർട്ടിസ്റ്റുകൾ മാത്രമാണ് ഈ രണ്ട് കാസറ്റിലും ഉണ്ടായിരുന്നത്. മാവേലി കൊമ്പത്തിലും ചെയ്യും, പുട്ടുകച്ചവടത്തിലും ചെയ്യും. ബാക്കിയുള്ളവർക്കൊക്കെ വിലക്കുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൽ ചെയ്യുന്നവർ അവിടെ പോരുത്, അവിടെ ചെയ്യുന്നവർ ഇവിടെ പോരുത് എന്നൊക്കെ പറയും. പക്ഷേ ഈ കലാകാരന്മാരെ വിലക്ക് മാറ്റി നിർത്താൻ രണ്ട് കാസറ്റുകൾക്കും പറ്റിയിരുന്നില്ല. അങ്ങനെ മാറ്റി നിർത്തപ്പെടാതിരുന്ന ആളുകളിൽ ഒരാളാണ് ഹരിശ്രീ മാറ്റൻ ചേട്ടൻ എന്ന് പറയുന്ന. രണ്ടിലുമുണ്ട്. പിന്നെ മാറ്റൻ ചേട്ടന് വേറൊരു കഥയുണ്ട്. മാറ്റൻ ചേട്ടൻ നമ്മൾ ടെലിവിഷൻ പ്രോഗ്രാമുകളിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും മാറ്റൻ ചേട്ടൻ നേപ്പാളിൽ പടം വരയ്ക്ക് പഠിപ്പിക്കുന്ന അധ്യാപകനായിരുന്നു. അവിടുന്നാണ് മിമിക്രിക്ക് വന്നത്. നാഗാലാൻഡില്. അതറിയോ? അത് വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഉന്നത പഠനത്തിന് മിക്കവരും പുറത്തു പോകുന്ന കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഇവിടെ KGT ഡിപ്ലോമ കോഴ്സ് പാസ്സായതിനു ശേഷം ഇവിടുത്തെ സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം ആപ്ലിക്കേഷൻ കൊടുത്തു, ഒരു ഡ്രോയിങ് മാഷാകുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി. പക്ഷെ ഇവിടെ ഒന്നും കിട്ടിയില്ലായിരുന്നു. പിന്നെ ഞാൻ നേരെ അടുത്ത മേഖല പിടിച്ചു. അത് നാഗാലാൻഡ്. മേഘാലയ, മണിപ്പൂർ, നാഗാലാൻഡൊക്കെ അടുത്തെടുത്തല്ലേ. ആ മേഖലയിലേക്ക് കടന്നുകൂടി. അവിടെ ഞാനൊരു ചിത്രകാരനായിരുന്നു. ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ മാറ്റൻ ചേട്ടൻ നമുക്ക് ചിത്രകാരനായിട്ട്? കുട്ടികളെ പടം വരയ്ക്കുക, ഡ്രോയിങ് മാഷ്. പക്ഷെ ഞാനൊരു പൂമ്പാറ്റയെ ബോർഡിൽ വരച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പുഷ്പം വരച്ചാൽ ആ കുട്ടികളോട് പേപ്പർ എടുക്കുന്നു. അപ്പൊ ഞാൻ വളരെ സന്തോഷവാനാണ്. ഒരു ഡ്രോയിങ് മാഷിന്റെ ഒരു ഉൾപ്പുളകം മനസ്സിലായി കാണുമല്ലോ. എന്റെ പൂമ്പാറ്റ അവർ അത് അതേപടി പകർത്തുന്നു. അത് കാണാൻ വേണ്ടി ഞാൻ ചെല്ലുന്നു, പേപ്പർ എടുക്കുന്നു. പക്ഷെ ഞാൻ കണ്ടത് ഭീകരമായി ഞെട്ടിപ്പോയി. വരച്ചിരിക്കുന്ന AK-47, തോക്ക്, പീരങ്കി, ഇതൊക്കെയാണ്. അതാണ് അവരുടെ മനസ്സിൽ കിടക്കുന്നത്. പൂമ്പാറ്റ ഒന്നൊന്നുമില്ല. എന്നിട്ട് തോമസ് തോപ്പിൽക്കുടി ചേട്ടൻ കത്തയച്ച് വിളിച്ചു വരുത്തി. അത് അപ്പൊ എന്നെ തോമസ് തോപ്പിൽക്കുടി എന്നെ വിളിക്കുന്നു. നിനക്ക് പറ്റിയ മേഖല അതല്ല, നീ ഇങ്ങോട്ട് പോരേന്ന് പറഞ്ഞു. അപ്പൊ അന്നും മിമിക്രിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നടന്നത്. ജോക്കേഴ്സ് ആലുവ എന്ന് പറഞ്ഞൊരു ട്രൂപ്പൊക്കെ ആയിട്ട് നടക്കുന്ന കാലത്താണ് ഞാൻ അങ്ങോട്ട് പലായനം ചെയ്തത്. പക്ഷെ അങ്ങനെ തിരിച്ച് ഞാൻ പലായനം എന്നുള്ള വാക്കൊക്കെ കുറെ ഈ പരിപാടിയിൽ മാറ്റൻ ചേട്ടൻ വന്നില്ലെങ്കിൽ പലായനം എന്നുള്ള വാക്ക് ഈ പരിപാടിയിൽ നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ മാറ്റൻ ചേട്ടനെ ആദ്യമായിട്ട് കണ്ടത് ഞങ്ങളുടെ നാട്ടിൽ നാദൃഷിക്കയുടെ ഗാനമേളയോടൊപ്പം മിമിക്രിക്ക് ഇവരൊക്കെ വന്നപ്പോഴാണ്. ഞാൻ വലിയ ആരാധനയാണ്. കാസറ്റിലൊക്കെ കേട്ടിട്ട് എനിക്ക് ഇവരെയൊക്കെ പരിചയപ്പെടണം, കാണണം എന്നുള്ള ആഗ്രഹമാണ്. അപ്പോൾ ഒരിടത്ത് ചെന്നപ്പം ഇവരെല്ലാം ഒരു സ്ഥലത്ത് കുറേ ആർട്ടിസ്റ്റുകൾ വർത്താനം പറഞ്ഞ് നിൽക്കുന്നു. മാറ്റൻ ചേട്ടൻ മാത്രം അല്പം ദൂരം ഒരു പാർക്കുണ്ട്. വെള്ളൂർ പേപ്പർ കമ്പനിയുടെ മോളിലായിട്ടൊരു പാർക്കുണ്ട്. ആ പാർക്കിൽ ഞാൻ ഇവിടുന്നത് എനിക്ക് കാണിക്കാൻ പറ്റില്ല, ഞാൻ അവിടെ വന്ന് കാണിക്കും. അതായത് അവിടെ ആ പാർക്കിൽ ഞാൻ ദൂരെ നോക്കുമ്പോൾ കാണുന്നത് മാറ്റൻ ചേട്ടൻ ഇങ്ങനെ ഒരു ഡാൻസ് പ്രാക്ടീസ്. അപ്പൊ ഞാനടുത്ത് ഡാൻസ് പ്രാക്ടീസ് ചെയ്യായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹം എക്സർസൈസ് ചെയ്യായിരിക്കും ഓർത്ത് ഞാൻ കുറച്ചുകൂടെ അടുത്തേക്ക് വന്നു. ഇരുട്ടത്ത് ഞാൻ നോക്കുമ്പോൾ കണ്ടെന്ന് വെച്ചാൽ ആ പാർക്കില് ഒരു വെള്ളം ചീറ്റുന്ന സാധനം ഉണ്ട് നിലത്ത്. അതിങ്ങനെ ഇങ്ങനെ വെള്ളം ചീറ്റിക്കൊണ്ടിരിക്കുക. മാറ്റൻ ചേട്ടൻ ഒരു ഗ്ലാസ്സിൽ സ്മോൾ ഒഴിച്ചിട്ട് വെള്ളം പിടിക്കുക. ഇതില് വെള്ളം കിട്ടാൻ വഴിയില്ല. എന്നിട്ട് അല്ല, അത് പോകുമെന്ന് അറിയാൻ വേണ്ടി ഇതിനെ പിടിക്കാൻ പറ്റുമോ എന്ന് അറിയാൻ പരീക്ഷ. മാറ്റൻ ചേട്ടന്റെ ഒരുപാട് തമാശകളുണ്ട്. നല്ലൊരു വ്യക്തിയാണ്. ഒരു കാര്യം കൂടെ പറയാം വിഷാരടി. നമ്മുടെ ഡെസ്മാഷ് ഒക്കെ ഭയങ്കരമായിട്ട് ഹിറ്റായ സമയത്ത്, ടിക്ടോക്ക് എന്ന് പറയുന്ന സാധനം ഹിറ്റായ സമയത്ത് പോലും ഈ മാട്ടിൻചാണ്ടൊക്കെ ചെയ്ത സ്കിറ്റുകളാണ് അതിനകത്ത് ഈ പലരും ഡെസ്മാഷ് ചെയ്തിരിക്കുന്നത്, അല്ലേ? അതൊക്കെ ഒരുപാട് ഹിറ്റായി വൈറലായിരിക്കുന്ന സാധനങ്ങളൊക്കെ ഈ കണക്കുമാഷിന്റെ ഇന്റർവ്യൂ ഒക്കെ ദിലീപേട്ടനും എനിക്ക് അതിലൊരു സാധനം ഉണ്ട്. അതിനകത്ത് അന്ന് ഈ ഡെസ്മാഷിലൊക്കെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു എന്തോ ഊതുന്നൊരു സാധനം ഉണ്ടായിരുന്നല്ലോ. അതായിരുന്നു മാറ്റൻ ചേട്ടന്റെ ഒരു മറിയം വന്ന് വിളക്കൂതി, അതല്ലേ? അത് അത്തലപുത്ര തവളാക്കി ചുക്കുമറിക്കണ ചൂളാപ്പ മറിയം വന്ന് വിളക്കൂതി. ഇതിന്റെ ഉപജ്ഞാതാവ് മാറ്റൻ ചേട്ടനാണ്. മാറ്റൻ ചേട്ടൻ എത്ര വർഷമായി മാറ്റൻ ചേട്ടാ ഈ മേഖലയിൽ? ഏതാണ്ട് ഒരു 30 വർഷം അടുത്തായിട്ടുണ്ട്. 30 വർഷമാണ് കൂടുതലായിട്ട്. പിന്നെ മാറ്റൻ ചേട്ടന്റെ വേറെ കഥ കേട്ടുള്ളൂ. നമ്മളെല്ലാം ടേപ്പ് റെക്കോർഡർ മേടിച്ചിട്ട് CD മേടിക്കുന്നവരാണല്ലോ. മസ്കറ്റിൽ ഒരു ഷോയ്ക്ക് പോയപ്പം ഒരാള് മാറ്റൻ ചേട്ടനെ കണ്ടിട്ട് ഒരു CD കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, വെറുതെ കാറ് നിങ്ങൾ എടുത്തോണ്ട് വന്ന പുള്ളി, മിസ്റ്റർ മാർട്ടിൻ, എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്, ഇത് സലിൽ ചൗധരിയുടെ കുറെ പാട്ടുകളുള്ളൊരു CD ആണ്, ഞാൻ ഇത് നിങ്ങൾക്ക് തരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പുള്ളിയോട് ചോദിച്ചു,
എവിടെയാ വീടെന്ന് ചോദിച്ചു. മസ്കറ്റിൽ എവിടെയാണ്? എന്നെ ഒന്ന് കട വരെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് ചോദിച്ചു. വൈ നോട്ട്? ഞാൻ കാറ് കയറിയിട്ട് പുള്ളിയെ കൊണ്ടൊരു കാറിൽ പോയിട്ട് ഇപ്പൊ വരാന്ന് പറഞ്ഞ് മാറ്റം ഞാൻ അകത്തോട്ട് പോയിട്ട് ഇത്ര റോല് ടേപ്പ് റിക്കാർഡർ മേടിച്ചുകൊണ്ട് വന്നേക്കുവാണ് ആ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട്. CD കിട്ടിയതിന്റെ പേരിൽ ടേപ്പ് റിക്കാർഡർ കാശ് കൊടുത്ത് മേടിച്ച ലോകത്തിലെ ആദ്യത്തെ ആളാണ് മാർട്ടിൻ ചേട്ടൻ. അത് സംഭവിച്ചാണ്. സ്റ്റെഫി, ഈ നമുക്ക് മാർട്ടിൻ ചേട്ടനെ ഏറ്റവും കൂടുതൽ അതായത് ആൾക്കാർ ഭയങ്കരമായിട്ട് ഹിറ്റായ ഒരു സംഭവം കത്തനാർ എന്ന് പറഞ്ഞൊരു സാധനമാണ് മാർട്ടിൻ ചേട്ടൻ. അപ്പോൾ ഇതിന് ടൈമിംഗ് ഒക്കെ മാറിക്കഴിഞ്ഞാൽ മാർട്ടിൻ ചേട്ടൻ ഭയങ്കര ദേഷ്യമാണ്. അത് എൻട്രി വരുന്നതും അല്ലെങ്കിൽ ആരെങ്കിലും തെറ്റിച്ച് കഴിഞ്ഞാൽ ഉള്ള ദേഷ്യം അത് ആ കളിക്കുന്നതിൻ്റെ ആത്മാർത്ഥത കൊണ്ടാണ്. ആ ദേഷ്യമുള്ള ഒരു സംഭവം തന്നെ ഒരു വലിയ കഥയുണ്ട്. മാർട്ടിൻ ചേട്ടൻ ഒന്ന് പറയാം. മാർട്ടിൻ ചേട്ടൻ ഒരു ഇരിഞ്ഞാലക്കൂടെ പിഷാരടി ഉണ്ടെന്ന് ഇരിങ്ങാലക്കുട പാരിഷ് ഹാളില് കലാഭവൻ ജോഷി പിടിച്ച പ്രോഗ്രാം, ഒരൊറ്റ ഹാളിൽ 3 പ്രോഗ്രാം. 11 മണിക്ക് ഒരെണ്ണം, ഉച്ച കഴിഞ്ഞ് 4 മണിക്ക് ഒരെണ്ണം, വൈകിട്ട് 7 മണിക്ക് ഒരെണ്ണം. ഞങ്ങൾ തന്നെ ഒരേ ആൾക്കാർ ഒരേ ഷോ, ഓഡിയൻസ് മാത്രം മാറി മാറി വരും. അതില് ആ സമയത്ത് കത്തനാര് സീരിയൽ ഹിറ്റായിട്ട് മാർട്ടിൻ ചേട്ടൻ ഈ താടിയും മുഖവും മുടിയും ആ ലോഹയൊക്കെ ഇട്ട് വന്നു കഴിഞ്ഞാൽ കയ്യടിയുടെ ബഹളമാണ്. അപ്പോൾ ഓഡിറ്റോറിയത്തിന്റെ പുറകുന്ന് ഓഡിയൻസിന്റെ ഇടവഴിയാണ് ഈ കത്തനാര് വരുന്നത്. ഞാനാണ് ആങ്കർ ചെയ്യുന്നത്. സ്റ്റേജിൽ നിന്നിട്ട് ഞാൻ പറയും, സുഹൃത്തുക്കളെ നിങ്ങളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന അയാൾ എത്തിക്കഴിഞ്ഞു എന്നിട്ട് ഈ ഷട്ടർ ബാക്കി പൊക്കി കഴിയുമ്പോൾ മാന്ത്രികൻ മഹാമാന്ത്രികൻ പാട്ടുണ്ട് രാത്രിയിൽ സ്ഥിരം യാത്രികൻ എന്നൊക്കെ പറഞ്ഞിട്ട് കറക്കി പന്നപ്പുള്ളി. CD വന്നില്ല, CD വീണില്ല, ഒച്ചയില്ല. ഞാൻ ഇത് മാനേജ് ചെയ്യാൻ വള്ളം കളിക്ക് അനൗൺസ് ചെയ്യുന്ന പോലെ അനൗൺസ് ചെയ്യും. അവിടെ തൊട്ട് മാർട്ടിൻ ചേട്ടന് ഒരു രൂപഭേദമുണ്ട്. മാർട്ടിൻ ചേട്ടൻ കത്തനാര് വരുന്നു, പാട്ടില്ല. ഇതാ കത്തനാ. സുഹൃത്തുക്കളെ, പ്രേക്ഷകരെ, നിങ്ങളുടെ ആകാംക്ഷയിലേക്ക് കടിച്ചുകൊണ്ട് ഇതാ കത്തനാർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സംഭവം കൊടുത്തുകൊണ്ട് എന്നെ സ്റ്റേജിൽ നിന്ന് നിർത്താൻ പറഞ്ഞിട്ട് കത്തനാര് പതുക്കെ വടി കഷത്തി വെച്ചിട്ട് കത്തനാര് മാറി. അത് ഹരിശ്രീ മാർട്ടിനായി. ആ ഫ്രണ്ടിലെ സൗണ്ട് ഓപ്പറേറ്റർ CD പ്ലെയറിൽ ഇനി ഞെക്കാൻ ഒരു സ്വിച്ചും ബാക്കിയില്ല. അത്ര ഞെക്കിക്കൊണ്ടിരിക്കുമ്പം അയാളുടെ അടുത്ത് നിന്നിട്ട് ആ വിഗ്ഗൂരി വിഗ്ഗൂരി മിക്സറിലോട്ട് ഒരു അടി അടിച്ചിട്ട് അയാളെ ഒന്ന് സാഷ്ടാംഗം നമിച്ചിട്ട് കത്തനാർ ആ വഴി അങ്ങ് പോയി. മാർട്ടിൻ ചേട്ടൻ നല്ലൊരു ഗായകൻ കൂടെയാണ്. നമുക്ക് വേണ്ടി ഏതെങ്കിലും ഒരു പാരഡി പാട്ടിന്റെ ഹിറ്റായ മാർട്ടിൻ ചേട്ടൻ പാടിയ ഹിറ്റ് പാട്ടിന്റെ ഏതിൻ്റെയും ഒരു 4 വരി പാടിയ ഗംഭീരാവും. കണ്ടം വച്ചൊരു നോട്ടാണ് ഇത്, പണ്ടേ കിട്ടിയ നോട്ടാണ്. 5ന്റെ 10ന്റെ നോട്ടാണ്, ഈ നോട്ടിൽ മുഴുവൻ കോട്ടേണ്. കണ്ടം വച്ചൊരു നോട്ടാണ്, 5ന്റെ 10ന്റെ നോട്ടാണ്. ഓട്ട് മുഴുക്കെ ഓട്ടേണ്, ഈ ഓട്ടിൽ മുഴുവൻ കോട്ടേണ്. സായിപ്പന്മാർ എന്തിന് വെറുതെ ലോകം ചുറ്റി നടക്കുന്നു? നമ്മുടെ നോട്ടിൻ്റെ കൂടി ലോകം മുഴുവൻ കാണാല. സായിപ്പന്മാർ എന്തിന് വെറുതെ ലോകം ചുറ്റി നടക്കുന്നു? നമ്മുടെ നോട്ടിൻ്റെ കൂടി ലോകം മുഴുവൻ കാണാല. 5ന്റെ വെച്ചൊരു നോട്ടാണ് ഇത്, 5ന്റെ 10ന്റെ നോട്ടാണ്. ഒട്ടുമുഴക്കെ കോട്ടയാണ്, ഈ നോട്ടിൽ സെല്ലോട്ടേ പാട്. അടിപൊളി. അതായത് താങ്ക് യു.